അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റിട്ട് 2ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ അടുത്ത നീക്കത്തിലേക്കാണ്. എന്നാൽ വാഷിംഗ്ടണിനെ അമ്പരിപ്പിച്ചുകൊണ്ട് മോസ്കോയിൽ നിന്ന് ആ വാർത്ത ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. തോക്കുകൾക്കും എണ്ണയ്ക്കും അപ്പുറം ഇന്ത്യയുടെ മണ്ണിൽ റഷ്യൻ സാമ്രാജ്യം പടുത്തുയർത്താൻ പുതിൻ തയ്യാറെടുക്കുന്നു. എന്താണ് റഷ്യയുടെ ഈ മാസ്റ്റർ പ്ലാൻ? ട്രംപിന്റെ ഉപരോധ ഭീഷണികളെ ഇന്ത്യ അതിജീവിക്കുമോ? റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ദശകങ്ങൾ പഴക്കമുള്ള സൗഹൃദം ഒരു പുതിയ സാമ്പത്തിക വിപ്ലവത്തിന് തുടക്കമിടുകയാണ്. ഇതുവരെ നമ്മൾ കണ്ടത് പ്രതിരോധ ഇടപാടുകളും ക്രൂഡ് ഓയിൽ ഇറക്കുമതിയും ഒക്കെയായിരുന്നു. എങ്കിൽ ഇനി വരാനിരിക്കുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ റഷ്യൻ ഉൽപ്പന്നങ്ങളാണ്. റഷ്യൻ സർക്കാർ മാധ്യമമായിട്ടുള്ള ടാസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം എഞ്ചിനീയറിംഗ്, കപ്പൽ നിർമ്മാണം, IT, പുനരുപയോഗ ഊർജം എന്നീ മേഖലകളിൽ വൻകിട സംയുക്ത സംരംഭങ്ങൾക്കാണ്, ജോയിന്റ് വെഞ്ചേഴ്സിനാണ് റഷ്യ പദ്ധതിയിടുന്നത്. കേവലം സാധനങ്ങൾ വിൽക്കുന്ന വിപണിയായിട്ടല്ല, മറിച്ച് ഇന്ത്യയെ ഒരു ആഗോള ഉൽപാദന കേന്ദ്രമായി മാറ്റാനാണ് റഷ്യൻ കമ്പനികളുടെ നീക്കം. ഇവിടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ദക്ഷിണേഷ്യൻ വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യാനും അവർ ലക്ഷ്യമിടുന്നുണ്ട്. നിലവിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാരത്തിൽ വലിയൊരു അസന്തുലിതാവസ്ഥയുണ്ട്. നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന അത്രയും സാധനങ്ങൾ അങ്ങോട്ട് വിൽക്കുന്നില്ല. ഇത് പരിഹരിക്കാൻ ഇന്ത്യൻ കയറ്റുമതി $10 ബില്യൺ ഉയർത്താനാണ് ലക്ഷ്യം. ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ് മേഖലകളിലെ ഇന്ത്യയുടെ കരുത്ത് ഇതിന് സഹായകമാകും. റഷ്യയുടെ സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ നിർമ്മാണശേഷിയും ഒന്നിക്കുമ്പോൾ അത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക കൂട്ടുകെട്ടായി മാറും. പക്ഷേ ഈ നീക്കത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം ഡൊണാൾഡ് ട്രംപാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിൽ നേരത്തെ തന്നെ ട്രംപ് അസംതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. റഷ്യയുമായി അടുക്കുന്ന രാജ്യങ്ങൾക്കുമേൽ കടുത്ത താരിഫുകളും ഉപരോധങ്ങളും ഏർപ്പെടുത്തുമെന്ന് ട്രംപ് പലതവണ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ ഉപരോധങ്ങളെ ഭയന്ന് ഇന്ത്യ ഈ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുമോ, അതോ അമേരിക്കയും റഷ്യയും ഒരുപോലെ കയ്യിലെടുക്കുന്ന തന്ത്രപരമായിട്ടുള്ള നയം തുടരുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്ന കാര്യം. ചുരുക്കത്തിൽ ലോക രാഷ്ട്രീയത്തിലെ 2 വൻ ശക്തികൾക്കിടയിൽ ഇന്ത്യ ഒരു ബാലൻസിംഗ് ആക്ടിലാണ്. ബാലൻസിംഗ് ആക്ട്. റഷ്യയുടെ ഈ പുതിയ നിക്ഷേപ പദ്ധതികൾ ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്ക് വൻ കരുത്താകുമെന്നതിൽ സംശയമില്ല. എന്നാൽ അമേരിക്ക ഫസ്റ്റ് എന്ന വിളിച്ചു പറയുന്ന ട്രംപിനെ പിണക്കാതെ ഈ പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കും എന്നതാണ് ഇനി കാണേണ്ടത്. ഇന്ത്യയുടെ ഈ ചാണക്യതന്ത്രം വിജയിക്കുമോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.